എടി ഇന്നിപ്പോ മീൻ കൂട്ടി ചോറുന്നാൻ പറ്റുമോ? ആ തേങ്ങ അരച്ചൊക്കെ വലിച്ചു പോയി. എനിക്കാണെ വിശന്നിട്ട് വയ്യ. അതിപ്പോ എത്ര സമയം അയച്ചിട്ട് എനിക്ക് ദേഷ്യം ഭ്രാന്ത വരണേക്ക്. മീന് വരുവോ? അന്നപ്പോലെ ഞാൻ അവിടെ കുത്തിരിക്കല്ലേ. എന്താ രണ്ടാളും കൂടി ഇക്കവിടെ വീട് കയറി? മീൻ എവിടെ? മീൻ വന്നില്ലേ? മീൻ വന്നില്ലേന്നോ? എത്ര നേരം ഞങ്ങള് മീന് വേണ്ടി കാത്തിരിക്കുന്നേ. അപ്പൊ മീൻ എവിടെ പോയി? നിങ്ങൾ എന്താ ഈ പറയണേ? ഇവിടെ എല്ലാം റെഡി ആക്കിയിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങള്. അല്ല അപ്പൊ മീൻ വന്നില്ലേ ശരിക്കും? മീൻ വന്നില്ല. നിങ്ങളല്ലേ വന്ന ചാകര വന്നത്. ഇപ്പൊ നമ്മളോട് ചോദിക്കുന്ന മീൻ എവിടെയെന്ന്. പിന്നെ ഈ കുഞ്ഞുട്ടന്റെ എവിടെ കൊണ്ടുപോയി മീന്? ഓനെന്താ പച്ചക്ക് തിന്നത്? ആ എന്താണ് എവിടെ പോയതായിരുന്നു? എവിടെ പോയതായിരുന്നു? ഞങ്ങള് കടപ്പുറത്ത്. എന്നിട്ട് കടപ്പുറത്ത് പോയത്? കടപ്പുറത്ത് പോയിട്ട് പോയിട്ട് മീൻ പിടിച്ചു. എന്നിട്ട് ആ മീൻ എവിടെ? മീനടി കുഞ്ഞുട്ടന്റെ അടുത്ത് കൊടുത്തയച്ചതാണ്. ഓൻ എവിടേക്കാ പോയത് എനിക്കറിയോ? ഞങ്ങൾ ഏത് നേരം ഉണ്ടറിയോ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. അരപ്പൊക്കെ അരച്ച് വെച്ച് മീൻ ഉണ്ടാക്കിയിട്ട് തിന്നാന്ന് വിചാരിച്ച് കാത്തുക്കായിരുന്നു. അയ്യോ ഇത് വലിയ കഷ്ടമായി പോയല്ലോ. ശരിക്കും ചാകര വന്നിനോ? ശരിക്കും ചാകര വന്നിനോ? പിന്നെ ചാകര വരാതെ വെറുതെ ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചാണോ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഹലോ, ഇയാടെ മീൻ കൊടുത്തിട്ടില്ല ഇവിടെ. ഇവിടെ എത്തിച്ചിട്ടില്ല. എവിടെ പോയി കിടക്കണ അതായിട്ട്? എന്തൊരു പണിയാണ് ഈ കാണിക്കണമെന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു കഷ്ടമാണ്. അവള് വറുക്കാൻ വേണ്ടി വെച്ച മസാല എടുത്തപ്പോ എന്റെ കണ്ണീ പരട്ടിയാനെ. ഒരു പണിയായി. ആ പരീക്കാട് വീട്ടിൽ കൊടുത്തരണാന്ന് ചോദിച്ചേ. ഇനി അഥവാ കൊടുത്തിട്ടില്ലാന്ന് വിചാരിക്കേ, അവൻ എവിടെയെങ്കിലും നമുക്ക് തെരഞ്ഞു കണ്ടുപിടിക്കണം. അത് കൊള്ളാല്. എന്തൊരു പണിയാണ് ഇവനൊക്കെ. നീ ഒരു കാര്യം ചെയ്യോ, ആ ബൈക്ക് എടുത്ത് ഇറങ്ങ്, നമുക്ക് പോയി നോക്കാം. എന്നാ വേമ. അല്ല വാസുട്ട മീൻ കിട്ടുവോ? മുട്ടാട് നിന്ന് പരികുട്ടിയേ എടാ ഒന്നോട് വന്നാ. ഇത് പുതിയ വേറെ എന്തോ നമ്പറായിട്ട് പോയതാട്ടോ. മീനൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമയത്തിലായത് വേണ്ട, സമയം നോക്കണ്ട. 7-7:30 മണിയായി, ഇരുട്ടായി. നോക്കിയാൻ വീട്ടിൽ പോണ്ടേ? ആശ വെപ്രാളപ്പെടുന്നുണ്ടാവും. வெப்படப்பட்டுடா நம்மளை ஏமாத்தினால சாகரை இல்லாம சாகரை இருக்குன்னு சொல்லி நம்மளை ஏமாத்தினவர் அவரு നമ്മളെ തേടിയിട്ട് നടന്ന് നടന്ന് പൈത്തി പിടിക്കണം അവർക്ക്. ആശാൻ എന്നെ കാണാണ്ട് സങ്കടം ഉണ്ടാവൂലേ? സങ്കടം? അന്റെ ആശാനെ നിന്നെ കുറിച്ചോ? ഒരു സങ്കടം ഉണ്ടാവില്ല. അതൊന്നും മനസ്സലിവില്ലാത്ത മനുഷ്യൻ. ദൂരം എനിക്ക് വീട്ടിൽ പോണം. നീ പൊയ്ക്കോ, നീ പൊക്കോ. ആശാനെ മീൻ കൊണ്ടോണ്ടേ? മീനോ വിറ്റു, അതിന്റെ പൈസ എങ്ങത്താ? അത് നീ കൊടുക്കണ്ട, അത് ഞാൻ നേരിട്ട് കൊടുക്കാം കേട്ടോ. എന്റെ കയ്യിലുണ്ട് 750 രൂപ, ഞാൻ കൊടുക്കാം. അത് പറ്റൂല. അത് കൊടുത്തിട്ട് 2 വാക്ക് പേശണം എനിക്ക് അവർക്കിട്ടെ. ഇനി ഇരുട്ടായില് പോയിട്ട് ആശ വെപ്രാളപ്പെടുന്ന നാട്ടിലെല്ലാം ചോദിക്കുന്ന ഇവനവിടെ പോയി. சொன்னல நீ வேணப்போ, நான் இப்ப வரல. നിങ്ങൾ ആ പൈസ இல்ல இதுல இப்ப 750 ரூபா இருக்குதுல்ல, നമുക്ക് പോയി ഓരോ പെഗ് കൂടി അടിക്കാം. അവർക്ക് കറക്റ്റ് 500 കൊടുക്കാം. നിങ്ങളപ്പുറം വന്ന കാലക്കേടായി. എന്തെന്നാക്കട്ടെ ഞാൻ? ഓ എന്റെ ആശ വന്നു. സമാധാനായി. ആശാനെ പൊക്കോ പൊക്കോ, നീയും പൊക്കോ. ആശാനെ എപ്പ പറഞ്ഞു വിട്ടാ അവിടുന്ന് മീൻ വീട്ടിലേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ട്? ഒന്നും പറയണ്ട ആശാനെ, നമ്മളെ മീനില്ലേ, മീൻ വിറ്റു. മീന് വിൽക്കേ? അല്ല പൈസ കിട്ടി. വിൽക്കാൻ എനിക്ക് തന്നയച്ച സാധനം ഇത്ര നേരമായിട്ട് ആ വീട്ടിലേക്ക് സാധനം എത്തിയിട്ടില്ല. അവൻ അടിക്കக்கூடாது. അവൻ ഉളച്ച് ഉങ്ങൾക്കാக ഉളച്ച് സമ്പാദിച്ചവൻ. അവനെ തിട്ടാതെ അവൻ ബുദ്ധി ഉപയോഗിച്ച് സമ്പാദിച്ചു കൊടുത്തിരിക്കും உங்களுக்கு. മീൻ എവിടെയാണ്? മീന് ഞാൻ വിറ്റു. നിന്റെ അടുത്ത് വിൽക്കാൻ വേണ്ടിട്ടാ വന്ന മീന്? അല്ലയാ, നമ്മളെല്ലാം ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് ബിസിനസ് ചെയ്ത് നമുക്ക് ലാഭം കിട്ടിയ എന്താ പ്രശ്നം? ആ ലാഭം കിട്ടിയ കാശിന് നാളെ മീൻ വാങ്ങാലോ. എന്താ നീ ചെയ്തത്? എന്താണ് നീ? നിങ്ങള് 500 രൂപയ്ക്ക് മീൻ വാങ്ങണേ, ഞാൻ 750 രൂപയ്ക്ക് മീൻ വിറ്റു. 250 രൂപ ലാഭർക്ക്, മൊത്തം 750 രൂപ. എന്താ ഈ പൊട്ടം പറയണേ? എടാ പോട്ട, 500 രൂപ എന്ന് പറഞ്ഞത് ഒരു കിറ്റിനാണ്. 3 കിറ്റിനും കൂടി 1500 രൂപയാണ് ഞങ്ങൾ കൊടുത്തത്. 1500 രൂപ. ഇത് അടിയുടെ ചിരയുടെ തരികിട മേളപ്പൂരം കുട്ടീസ്.